നമുക്ക് കാഷ്വാലിറ്റിക്ക് മുന്നിൽ നിന്ന് ഷിനോജ് ഉണ്ട്. ഷിനോജ് അവിടെ നിൽക്കുന്നത് പോലും ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. എന്താണ് ഡോക്ടർമാരൊക്കെ നൽകുന്ന വിവരം? അവിടുത്തെ കുട്ടികളൊക്കെ അങ്ങോട്ടേക്ക് എല്ലാവരും അല്ലേ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയായിരിക്കും. എന്താണ് പറയാൻ പറ്റുക? തീർച്ചയായും ദിവിഷയം അതിവൈകാരികമായ കാഴ്ചകൾ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കാഷ്വാലിറ്റി ബ്ലോക്കിന് അകത്ത് നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിലാണ് ട്രോമ ICU പ്രവർത്തിക്കുന്നത്. 4ാമത്തെ നിലയിലാണ് സർജിക്കൽ ICU പ്രവർത്തിക്കുന്നത്. ഇതിൽ 6 കുട്ടികളാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ട് ഇവിടേക്ക് ഈ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവന്നത്. അതിൽ തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശിയായിട്ടുള്ള ഷൈന് വലിയ ഗുരുതരമായ പരിക്ക് തന്നെയില്ല. വലിയ ചെറിയ രീതിയിലുള്ള പരിക്ക് മാത്രമാണ് ഷൈന് ഉണ്ടായിരുന്നത്. രാവിലെ ഞാൻ ഇവിടെ എത്തിയ സമയത്ത് ആദ്യം ഷൈനുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൈന് പറയുന്നത് ഇത് എന്ത് സംഭവിച്ചു എന്ന് തനിക്ക് പോലും അറിയില്ല, പെട്ടെന്ന് വളരെ ഷോക്കഡാണ് ഇപ്പോഴും എന്നൊരു പ്രതികരണമാണ് ഷൈൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. മറ്റുള്ളവരെന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ സ്വദേശിയായിട്ടുള്ള ഗൗരിശങ്കർ, 18 വയസ്സ് മാത്രമാണ് പ്രായം. ഗൗരിശങ്കർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. മാത്രമല്ല മുഹസിൻ മുഹമ്മദ്, അദ്ദേഹം ചവറ സ്വദേശിയാണ്. പിന്നെ കൃഷ്ണദേവ് ഉണ്ട്. കൃഷ്ണദേവ് ചേർത്തല സ്വദേശിയാണ്. ആനന്ദമനുവിൻ്റെ അച്ഛനും അമ്മയുമൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൽവിൻ ജോർജ്, അങ്ങനെ 5 പേരുടെ ഒരു ആരോഗ്യ നിലയാണ് ഒരു ഗുരുതരമായി ഇന്നലെ രാത്രി മുതൽ തുടരുന്നത്. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരം എന്നാണ് നമുക്ക് രാവിലെ വരെ ലഭ്യമായ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തുന്ന, അതായത് ഈ MBBSമായി ബന്ധപ്പെട്ട ഇവർ പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ നമുക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറുമായി ബന്ധപ്പെട്ട കുട്ടികളൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഒരാളുടെ നിലയാണ് അതീവ ഗുരുതരം, ബാക്കി 4 പേർക്കും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തന്നെയില്ല. ആരോഗ്യനിലയിലൊക്കെ വളരെയധികം പുരോഗതിയുണ്ട് എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ് അവരെല്ലാം പങ്കുവയ്ക്കുന്നത്. മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇതിൽ ഗൗരിശങ്കറിന്റെ നിലയാണ് ഇപ്പോഴും ഒരു ഗുരുതരമായ നിലയിൽ തുടരുന്നത്. അല്പസമയം മുമ്പ് ഗൗരിശങ്കറിന്റെ ഒരു ന്യൂറോ സർജറി വേണ്ടി വന്നത് ഗൗരിശങ്കറിനാണോ? ഇന്നലെ രാത്രി മുതൽ രാവിലെ വരെ നീളുന്ന ഒരു സർജറി ആയിരുന്നു എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. അതിന്റെ ഒരു ഫലപ്രാപ്തിയെ പറ്റിയൊക്കെ ഡോക്ടർമാർ പങ്കുവെക്കുന്നുണ്ടായിരുന്നോ ഷിനോജ്? ആരോഗ്യനില തരണം ചെയ്തു തന്നെയാണ് ഈ ബന്ധുക്കളിൽ നിന്നും അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള കുട്ടികളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിവൈകാരികമായ കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ICUവിൻ്റെ മുൻപിലൂടെ നമ്മളൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് ഈ കൂട്ടിരിപ്പായൊക്കെ കൂടെ ഇരിക്കുന്നത് അവരുടെ സുഹൃത്തുക്കൾ തന്നെയാണ്, അവർക്ക് സഹപാഠികൾ തന്നെയാണ്. ഈ ഡോക്ടർമാരൊക്കെ പറയുന്ന മരുന്നൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത് ഈ കുട്ടികളൊക്കെ തന്നെയാണ്. വളരെ വൈകാരികമായി അവർക്ക് തന്നെ നമ്മോട് എന്ത് സംസാരിക്കണമെന്നറിയില്ല. ആ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. 4ാമത്തെ നിലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ പരിക്കേറ്റ് പ്രത്യേകിച്ച് സർജിക്കൽ ICUവിൻ്റെ മുന്നിൽ ആനന്ദമനുവിൻ്റെയും ഒക്കെയുള്ള ഈ പരിക്കേറ്റ് കഴിയുന്ന ആളുകളുടെ ഒക്കെ മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ട്. അവരോട് സംസാരിക്കുമ്പോഴും നമുക്ക് തന്നെ എന്ത് തന്നെ ചോദിക്കണമെന്നറിയാത്ത തരത്തിലുള്ള അവസ്ഥയിലാണ്, മാനസികാവസ്ഥയിലാണ് നമ്മളിവിടെ നിൽക്കുന്നതും. എന്തായാലും പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് ഇവിടുന്ന് പുറത്തു വരുന്നത്. ഇവരുടെ ആരോഗ്യനിലയിൽ ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 5 പേരുടെ ആരോഗ്യനിലയിലും കാര്യമായ രീതിയിലുള്ള പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് ബന്ധുക്കളിൽ നിന്നും അതുപോലെ തന്നെ ഈ സുഹൃത്തുക്കളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാഷ്വാലിറ്റിയുടെ മുന്നിൽ നിന്നാണ് ഷിനോജ് വിവരങ്ങൾ പങ്കുവച്ചത്. കുട്ടികൾ തന്നെയാണ് അല്ലേ തങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള മരുന്ന് വാങ്ങാനും ഒക്കെ